ഹായ് ഫ്രണ്ട്സ്, AB360 സ്റ്റുഡിയോ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, നമ്മൾ ഇന്നൊരു കൊളേജ് വീഡിയോ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മുകളിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടി അമർത്താൻ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭ്യമാണ്. ഫ്രണ്ട്സ്, അതിനായിട്ട് വേണ്ടത് വീഡിയോ കൊളേജ് എന്ന് പറഞ്ഞ ആപ്പാണ്. അത് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുകയാണ് വേണ്ടത്. ഞാൻ ഓൾറെഡി ഡൗൺലോഡാണ്. അപ്പോൾ വീഡിയോ കൊളേജ് ആപ്പ് ഓപ്പൺ ചെയ്യുകയാണ് ഞാൻ. ഇങ്ങനെ രണ്ട് ഇൻ്റർഫേസ് കാണാൻ പറ്റും, വീഡിയോസ്, ഫോട്ടോസ്. അപ്പോൾ നമ്മൾ വീഡിയോയുടെ കൊളേഷനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ കൊളേഷൻ എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് പല രീതിയിലുള്ള സൈസ് ആൻഡ് ഇതൊക്കെ നിങ്ങൾക്ക് ഗ്രിഡ് കാണാൻ പറ്റും. ഈ ഗ്രിഡിൻ്റെ എണ്ണം അനുസരിച്ച് തന്നെ നിങ്ങൾക്ക് അത്രത്തോളം വീഡിയോസ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. പല മോഡൽ, പല സൈസ് നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് കുറേ ഉണ്ട്, കുറേ സൈസ്, കുറേ മോഡൽ, നല്ല നല്ല മോഡൽ ഇഷ്ടമുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ഗ്രിഡ് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇതാണത്. ഞാനിപ്പോൾ 2 വീഡിയോ ആണ് ഇൻക്ലൂഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്കത് താഴത്തെ ക്രോപ്പിൻ്റെ പോലത്തെ സാധനം ഞെക്കിയാൽ നിങ്ങൾക്ക് പല മോഡൽ കിട്ടും. ഇൻസ്റ്റാഗ്രാമിൽ കിട്ടും, യൂട്യൂബിൻ്റെ കിട്ടും. ഞാനിപ്പോൾ യൂട്യൂബിൻ്റെ സെലക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അടുത്ത വീഡിയോ ആഡ് ചെയ്യാൻ പോവുകയാണ്. അതിനായി മുകളിൽ ഒരു ആഡ് ബട്ടൺ കാണും, ഏറ്റവും ടോപ്പിൽ. അതിൽ നിന്ന് ഞാൻ എൻ്റെ ഒരു വീഡിയോ ആഡ് ചെയ്യുകയാണ്. എന്നിട്ട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ബോട്ടം ലെവലിലായി സ്ക്വയർ ബോക്സ് സെലക്ട് ചെയ്താൽ മതി. ഒരു വീഡിയോ അവിടെ ആയിട്ടുണ്ട്. അടുത്തതും ഞാൻ അതേപോലെ തന്നെ ആഡ് മാർക്ക് ടച്ച് ചെയ്തിട്ട് അടുത്ത വീഡിയോയും കൂടി സെലക്ട് ചെയ്തു. ഇത് വളരെ സിമ്പിളാണ് ഗൈസ്. ഫ്രണ്ട്സ്, ഇതിൻ്റെ വീഡിയോ സ്റ്റെബിലൈസേഷനെ പറ്റിയുള്ള വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട്. അത് ഡിസ്ക്രിപ്ഷനിൽ പോയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എന്നുവെച്ചാൽ നമ്മൾ വീഡിയോ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ സൈസ് കുറച്ച് മൂവ് ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ പക്ഷേ അതൊന്നും ചെയ്യുന്നില്ല, എനിക്ക് ഇങ്ങനെ തന്നെ മതി. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ടെക്സ്റ്റിൽ എന്തെങ്കിലും റൈറ്റ് ചെയ്യാം. ബോട്ടമിലായിട്ട് ടെക്സ്റ്റിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അത് ഞാൻ ഇപ്പം നേച്ചർന്ന് ഞാൻ ടൈപ്പ് ചെയ്യുന്നു. അതിൻ്റെ മിഡിലായിട്ടൊരു ഓപ്ഷനും ഉണ്ട്, അത് കളറിൻ്റെയാണ്. അത് ഞാൻ വിട്ടുപോയി. ഒന്നും കൂടി നമുക്കൊന്ന് റൈറ്റ് ചെയ്യാം. ഇത് കളഞ്ഞിട്ട് ടെക്സ്റ്റ് ആദ്യം ഓപ്പൺ ചെയ്തിട്ട് അതിൽ മിഡിലായിട്ടാണ് കളറിൻ്റെ ഓപ്ഷൻ ഉള്ളത്. കളർ ഞാനിപ്പോൾ ബ്ലാക്കാണ് യൂസ് ചെയ്യുന്നത്. ബ്ലാക്ക് സെലക്ട് ചെയ്തു. ഞാനത് അഡ്ജസ്റ്റ് ചെയ്ത് മൂവ് ചെയ്തിട്ട് സൈസ് കുറച്ചിട്ട് ആ സൈഡിലായിട്ട് ആ വെള്ള ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ വെക്കുകയാണ് ചെയ്യുന്നത്. ഇതാ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും ടോപ്പ് കോർണറിലായിട്ട് ടിക്ക് മാർക്ക് ഉണ്ടാവും. ഇത് ടിക്ക് മാർക്ക് കൂടി ചെയ്താൽ നമ്മളെ വീഡിയോ ഏത് ക്വാളിറ്റി വേണം എന്നുള്ളത് നമുക്ക് നിശ്ചയിച്ചിട്ട് സേവ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇവിടെ കുറേ ഓപ്ഷൻസൊക്കെ ഉണ്ട്. സ്റ്റിക്കറിൻ്റെ അങ്ങനെ ബാക്ക്ഗ്രൗണ്ട് വൈറ്റിന് പകരം നമുക്ക് വേറെ എന്തെങ്കിലും ഉപയോഗിക്കാം. അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഞാനിത് ടിക്ക് കൊടുത്തു. അങ്ങനെ നമ്മുടെ വീഡിയോസ് സേവായി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.